കുറെ ചിലപ്പം മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോ ചെയ്തെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചിലപ്പോൾ വരുന്നുണ്ടാവും. ഹലോ പിന്നെ ഫോളോ ചെയ്യാതെ ഫ്രണ്ട്സ് വന്നപ്പോൾ ഞങ്ങളെ കൂടെ 2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ കാണാനില്ല, മിസ്സിംഗ് ആണ്. ഇനിയിപ്പം അനൗൺസ് ചെയ്യേണ്ടി വരൂലേ അവരെവിടെയാന്നുള്ളത്. ഫ്രണ്ട്സ് അപ്പം എന്താ ഞങ്ങൾ നിലമ്പൂർ പാട്ടിന് പോവാണ്. ഞങ്ങൾ എല്ലാ വർഷവും നിലമ്പൂർ ഒരു ഉത്സവം മാതിരി ഒരു കാർണിവൽ നടക്കും. നിലമ്പൂരുകാർ നിലമ്പൂർ പാട്ട് എന്ന് പറയും. എല്ലാവരും നിലമ്പൂർ പാട്ട് തന്നെയാണ് പറയലും, മിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും. മറ്റേ പരിപാടി, സ്റ്റേജ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പം നമ്മളെ കാർണിവലാണ് ഇപ്പം തുടങ്ങിയിട്ടുള്ളത്. സോ നമുക്ക് പോകാം. ഫ്രണ്ട്സ് ഞങ്ങൾ കണ്ടോ ഡ്രസ്സ് മാച്ച് ആയിട്ടാണ് ഇട്ടേക്കണത്. കളർ ചേഞ്ച് ആണ് കേട്ടോ. ഞങ്ങൾ കണ്ടോ, ഇതെൻ്റെ സിസ്റ്ററാണ്. ദിയമോള് ഒരാഴ്ചയായി പറയണം നമുക്ക് നിലമ്പൂർ പാട്ടിന് പോവാറ്. കണ്ടോ കണ്ടോ കണ്ടോ, നിന്റെ മുഖത്തെന്താ തിളങ്ങുന്നത്? നീ വല്ലതും തേച്ചോ? അല്ല, എന്റെ ജന്മനാ എന്റെ മുഖം അങ്ങനെയാ. പക്ഷെ കണ്ടാ പറയില്ല. എന്തോ തിളങ്ങണ തേച്ചിട്ടുണ്ടോ? എന്തത് ഗിൽറ്റിട്ടുണ്ടോ? അതിൽ പൂട്ടി ഇറങ്ങിയാണ് ദേവു. എന്താണ് കാര്യം? എന്തിനാണ് ഒക്കെ കുറച്ച് ദിവസമായിട്ട് ലൂസ് മോഷൻ തുടങ്ങിയിരിക്കണം കേട്ടോ. ഭയങ്കര ബ്ലോക്ക് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി അങ്ങനെ ട്രെയിൻ മാതിരി കിടക്കാണ്. മാസ്ക് ഒക്കെ ഇട്ടു. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. നല്ല പൊടിയുണ്ട് ഗായ്സ്. അപ്പം ഞങ്ങൾ നിലമ്പൂർ പാട്ടിലെത്തിയിരിക്കുന്നു. മരണക്കിണറിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പ്രാവശ്യം വന്ന തോണി ഭയങ്കര വലുതാണ്. ഇങ്ങനെ കേറുന്നുണ്ടോ? ഊഞ്ഞാലും തോണിയില് ബാക്കിൽ കയറൂല, നടുക്ക് അവിടെ ഇരിക്കാം. അപ്പം കയറണമെന്നുണ്ട് തോണിയില്. ഉണ്ട്, എന്നോട് പറഞ്ഞിരുന്നു. ഇവിടുന്ന് കുറെ ചിലപ്പം മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ഫോളോ ചെയ്തെങ്കിൽ ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് കുറെ പേര് ചിലപ്പോൾ വരുന്നുണ്ടാവും. ഞങ്ങൾ ഫോളോ ചെയ്തിട്ട് കുറെ പേര്. ഭയങ്കര സൗണ്ട് ആട്ടോ അവിടെ. ഞങ്ങള് എറണാകുളമല്ലല്ലോ, എത്ര ഞാനിപ്പോ കയറാൻ പോവാണ്. ഞാനും ശ്രീകുട്ടിയാന്റെയും. അപ്പം ഇപ്പൊ അല്ല എത്ര ഊഞ്ഞാല് അപ്പുറത്ത്, ഇതല്ല അപ്പുറത്ത് വലുതുണ്ട്, അതില് കയറാം. അല്ല അപ്പുറത്തത് വലുത്. ശ്രീകുട്ടിക്ക് തലയിറങ്ങൂലല്ലോ. ഇല്ല, തോണി കയറാൻ പറഞ്ഞ ആളാ. ആ 4 അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ കിട്ടുള്ളൂ. 1000 രൂപ ഉണ്ട്, എല്ലാത്തിലും കയറി നന്നായി വാ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ട്രാംപോലീനിലാണ് ഞങ്ങൾക്ക് കയറണ്ടേ. തിരക്കട്ടോ ഗൈസ്, ഭയങ്കര തിരക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഇത്ര തിരക്കുണ്ടായിരുന്നില്ല. മാസ്ക് പോകലിട്ടോണ്ട് കേട്ടോ. വേണ്ട, കുഴപ്പമില്ല, പോട്ടെ. തിരക്ക് ഒരു രക്ഷയില്ല. വേർത്ത് കുളിച്ച് എന്താ വെച്ചാല് സ്ഥലം കുറവാണ്, അതാണ് ഒന്നാമത് ഇത്ര തിരക്ക് കേട്ടോ. ഇവിടെ എത്രയോ ഏക്കറുകൾ മൊത്തം സ്പേസ് ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ അത് ചുരുങ്ങി വരികയാണ്. ഒരു 3-4-5 കൊല്ലത്തിനുള്ളില് നിലമ്പൂർ പാട്ടാണ് ഇല്ലാതാവും. അതെ, കാരണം സ്ഥലം ഇല്ല. ഇവിടെ ഇങ്ങനെ ബിൽഡിങ്സ് വന്നു കഴിഞ്ഞാൽ അതും തീരൂലേ. ഭയങ്കര തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഫ്രണ്ട്സ്, അങ്ങനെ ട്രാംപോലീനെ കഴിഞ്ഞു. ഇനി ട്രെയിനിൽ കയറണം എന്നാണ് പറയുന്നത്. ട്രെയിൻ അവിടെയാണ്, ക്യൂ നിൽക്കണം ടിക്കറ്റിന്. അതാണ് പ്രശ്നം. പോയി നോക്കാം. ട്രെയിന് കംപ്ലൈന്റ് ആയിട്ടോ, അതിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. ഇത്രയും ആൾക്കാർ, ഈ വരി നിൽക്കുന്ന ആൾക്കാർ മൊത്തം
കയറാട്ടോ. അപ്പൊ അതിന് ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അവര് കുറെ നേരമായിട്ട് നോക്കുന്നുണ്ട്, നന്നാവുന്നില്ല, ശരിയാവുന്നില്ല. ഇപ്പൊ റീഫണ്ട് ചെയ്തുകൊണ്ടേക്കാം. അല്ല, അപ്പോഴേക്കും നമുക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാം. അപ്പുറത്ത് വേറെ സെക്ഷനാണ് ഫ്രണ്ട്സ്. ഇത് ഫുഡിന്റെ മാത്രമല്ല, കടകൾ അങ്ങനെ പോയോ സെക്ഷൻ അപ്പുറത്താണ്. പൊടി പൊടി ഒന്നൊഴിക്കാതെ കൊണ്ട് കരുവുണ്ടല്ലോ. ഞാൻ വേറെ പറഞ്ഞിട്ടുണ്ട്. നാളെ കാണാം. കോളിഫ്ലവർ ഒക്കെ മേടിച്ച് ഞങ്ങളൊരു സൈഡിലേക്ക് പോവുകയാണ് കഴിക്കാനായിട്ട്. ഫ്രണ്ട്സ്, ഞാനൊരു മുളക് ബജിയും കൂടെ വാങ്ങിട്ട് തരാം. ഒരു ഹായ് പറ. നമ്മുടെ സബ്സ്ക്രൈബറാണ് കേട്ടോ. നമ്മളെ ബ്ലോഗ് കാണാറുണ്ട് എന്നാ പറയണേ. എവിടെ വീട്? നിലമ്പൂര. എടുത്തോ, എടുക്ക്. വേണ്ടേ? മസാല ഉള്ളത് വേണോ? ഫ്രണ്ട്സ്, നല്ല പോളിങ് ആണ്. ഞാൻ മുളക് ബജിയും കായ ബജിയും സത്യത്തിൽ വരുന്നത് എന്താ പറയാ, കഴിക്കാനായിട്ട് വരും കേട്ടോ. കാരണം ഞങ്ങൾ ഈ റേഡിയോ കയറാറില്ല. സത്യം പറയല്ലോ, ഞാൻ നിലമ്പൂർ പാട്ടിന് പണ്ട് വന്നുകൊണ്ടിരുന്നതിനാവും കോളിഫ്ലവറും ചിക്കൻ പൊക്കോടെ തിന്നാം. ചിക്കൻ പൊക്കോടെ ഉണ്ടായിരുന്നോ? അപ്പുറത്തുണ്ടാവും. പായസം ഉണ്ടാവുമല്ലോ, മുളേരി പായസം. അതിൻ്റെ അപ്പുറത്തുണ്ട്. മെയിനായിട്ട് ഫുഡിനാൾ ദേവാണ്. അവർക്ക് ഇതൊക്കെ മിസ്സായി. ദേവിന് വയറിന് കുറച്ച് അസുഖമുണ്ട്. എന്താ പറഞ്ഞാൽ പൈനാപ്പിൾ ഫ്രണ്ട്സ്. നമ്മൾ മാങ്ങ ആദ്യം ഞങ്ങളൊക്കെ പൈനാപ്പിളിൻ്റെ എടുത്തരാം. ഞാനൊന്നും എടുക്കട്ടെ. അടുത്ത ഡെസ്റ്റിനേഷൻ പായസക്കട. ഇവിടെ മുളേരി, പരിപ്പ്, പിന്നെ എന്തൊക്കെ പായസങ്ങളുണ്ട്. ബോളി പായസം ഉണ്ട്. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ സ്ഥലമല്ല. ഒരു മുളേരി, പിന്നെ ഒരു ബോളി. ഇത് ബോളി പായസം. നമ്മൾ ഇതുവരെ കഴിച്ചില്ലല്ലോ ബോളി. ഒരു ദോശ പായസവും. മതിയാണ്. കഷ്ണ അടിയില്ല. മുളേരി പായസം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്ക് കുടിച്ചിട്ട് ഗോതമ്പ് പായസം പോലെ തോന്നുന്നത്. ഫ്രണ്ട്സ്, വന്നപ്പോൾ ഞങ്ങളെ കൂടെ 2 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ കാണാനില്ല, മിസ്സിംഗ് ആണ്. ഇനിയിപ്പം അനൗൺസ് ചെയ്യേണ്ടി വരൂല്ലേ അവരെവിടെയാന്നുള്ളത്. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം മെസ്സേജ് അയച്ച് അവരെ കണ്ടിട്ടില്ല തോന്നണ. തോണി വലിയ യന്ത്രമല്ലേ, അതിൽ കയറണമെങ്കിൽ ഒരുപാട് നേരം ക്യൂ നിൽക്കണം. അങ്ങനെ പകുതി സമയം പോയി കാണും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു തോണി കയറണം എന്ന് പറഞ്ഞാണ്. അതിനും വരിയുന്നുണ്ടാവും. അങ്ങനെ ഭയങ്കര ലേറ്റ് ആയിട്ടാണ്. ആദിമോനും ദിയമോളും അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് കടയിലോട്ട്. ഓരോ കടയുടെ കയറി പോയിട്ടുണ്ട്. പിന്നെ കണ്ടില്ല ഞാൻ. എൻ്റെ ഉള്ളിലെവിടെ ഉണ്ടാവും. ആദിമോന്റെ ടീഷർട്ട് അതിൻ്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. ദിയമോളെ കാല് കാണുന്നുണ്ട് അവിടെ. ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫേവറേറ്റ് മുട്ടായി ആയിരുന്നു കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന മുട്ടായി ആയിരുന്നു ഇത്. പിന്നെ വാങ്ങിക്കുന്ന മുട്ടായി ഏതാണെന്ന് പറയാം. ഇതായിരുന്നു. പഴയകാല മുട്ടായികളാണ് ഈ നിരത്തി വെച്ചേക്കുന്നത്. ഫ്രണ്ട്സ്, ഉണ്ണിമോളിവിടെ എന്തൊക്കെ വാങ്ങിക്കൊണ്ടൊക്കെ ഉണ്ട്. പായസരോ വാങ്ങിയോ? അതാരുണ്ട്.
ഹായ് പറയ്. ആ പിന്നെ ഫോളോ ചെയ്യാതെ ഏതാണ് ഫ്രണ്ട്സ് ഇവിടെ നമ്മള് രാവിലെ പറഞ്ഞ ടൈം എത്തിയിട്ടുണ്ട്. ഈ മൈക്ക് വർക്കിംഗ് ആണോ? ഇല്ല ഇല്ല ഇല്ല. എന്റെ പഴയ അക്കൗണ്ടിലുണ്ട്, ഇതിലില്ല. അപ്പൊ ഫോൺ ചെയ്ത് വെച്ചോളി. ഫോൺ ചെയ്തോണ്ട് കഷ്ടായി പോയിട്ടോ ചേട്ടാ. ഇതാണ് എങ്ങനെ ഫ്രണ്ട്സ് ഇവര് ഞങ്ങള് വന്ന് ഇറങ്ങിയപ്പോ തന്നെ പറഞ്ഞു. അല്ല നമ്മള് വന്നപ്പോ തന്നെ പറഞ്ഞേന്നുള്ളൂ ഇവരെ കാര്യം. ആണോ? ശരി, ഇത് ഓണാണ് കേട്ടോ നമ്മളെ. ഫ്രണ്ട്സ് നമ്മളെ 2 സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു. സെൽഫി എടുക്കുന്നു. ചേട്ടാ ഒരു 100 രൂപ. 100 എവിടെ സാർ? ആ പിന്നെ അറിയാതെ ഞങ്ങൾ വലിയ യന്ത്രൂഞ്ഞാലിൽ കയറി. പിന്നെ തോണിയിൽ കയറാൻ പറ്റില്ല. എന്താ പറയുക, ഞങ്ങൾ വരി നിന്ന് കുറച്ചായപ്പോണ്ട് ടിക്കറ്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞിട്ട് തോണി കയറാൻ പറ്റുള്ളൂ പറഞ്ഞു. അപ്പൊ അതിലൊരു കാക്ക ടിക്കറ്റ് പോയി എടുക്കാൻ നിന്നു. എടുത്തപ്പോ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്. അതെന്താ അറിയില്ല. കൊറേ പേരുണ്ട്. മീൻസ് 11 മണി വരെ പോവാനുള്ള ആൾക്കാർ തീർന്നിട്ടുണ്ടാവും, അതായിരിക്കും. പക്ഷെ ഞങ്ങക്ക് യന്ത്രൂഞ്ഞാലിൽ പെട്ടെന്ന് കിട്ടി. മറ്റേ ഇങ്ങനെ എന്താ വേണ്ട വാവയ്ക്ക്? യന്ത്രൂഞ്ഞാലിൽ 5 വരൊക്കെയാണ് കയറിയത്. വരട്ടെ, അത് പൊട്ടിയില്ല. നമുക്ക് വിശക്കണില്ലേ? ബാ എന്തെങ്കിലും കഴിക്കട്ടെ. ഞങ്ങള് പായസം കുടിച്ചു. പിന്നെ പാലട മുളേരി. പിന്നെ നമ്മള് പിന്നെന്തേന്നു മാങ്ങ, കോളിഫ്ലവർ, മാങ്ങ, പൈനാപ്പിൾ. എന്താ വേണ്ടെന്ന് വെച്ചെടുത്ത് കഴിച്ചു. അല്ല ഞാൻ അറിയാതെ പറയണേ. എന്താ വേണ്ടെന്ന് വെച്ചെടുത്ത് കഴിച്ചോന്ന് വീട്ടിൽ. നിക്ക് അവിടെ സർക്കസിന്റെ അവിടെ ഉണ്ട്. അവിടെ സർക്കസിന്റെ അവിടെ ഫ്രണ്ട്സ് ദേവും ശ്രീകുട്ടിയും പായസം കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. കുടിച്ചു കഴിഞ്ഞോ? എങ്ങനെ ഉണ്ടായിരുന്നു പായസം? ആണോ? അടിപൊളിയല്ലേ? മരണക്കിണർ. ആ ഇനി ഞങ്ങക്ക് മരണക്കിണറിൽ കയറണം. നോക്കട്ടെ ആദ്യമോൻ എന്താ വാങ്ങിയ? സ്പൈഡർമാൻ. ദിയമോൾ എന്താ വാങ്ങിയ? ബാസ്കറ്റ് ഇല്ലേ ഇടാന്? ആ ഇതുണ്ടല്ലോ അമ്മ. ഇത് നമ്മളെ സാധാ പെൻസിലല്ലേ? ഇത് രസമുണ്ട്. നമ്മൾ സാധാ പെൻസിലാണ് വിചാരിക്കുന്നത്. ആൾക്കാർ പൂർപ്പിക്കുമ്പം ഒരു ചമ്മിപ്പോകും. അതാണോ അത്? അല്ല അങ്ങനെയല്ല. എന്താ വൈകുന്നേരം എനിക്ക് 10ാം ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഇല്ല. നമ്മള് കുഞ്ഞാവയ്ക്ക് എന്താ പറയാ ഇത് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ യാതുട്ടന് ഇത് വാങ്ങിയിട്ടുണ്ട്. എന്താ ഊഞ്ഞാല് കേറിയിട്ട് തല ഇറങ്ങിയോ? ഇല്ലേ? ലാസ്റ്റ് സ്പീഡ് ഞങ്ങളുണ്ടല്ലോ ഇങ്ങനെ കറങ്ങുന്ന ഒരു സാധനം ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്പീഡൊന്നും സ്പീഡില്ലല്ലോ കരുതി. പിന്നെ സ്പീഡ് കൂട്ടി. പിന്നെ ഞങ്ങൾക്ക് കേറുമ്പോഴാണ് കുഴപ്പം. ഇറങ്ങുമ്പോ ഒരു സ്പീഡ് കുറയ്ക്കുന്നുണ്ട്. കേറുമ്പോ ഇങ്ങനെ കറങ്ങി അടിക്കുന്നതോ? ഇങ്ങനെ കറങ്ങിട്ട് മോളിക്ക് ഇങ്ങനെ പോയിട്ട് താഴ്ത്തിങ്ങനെ വരും. അത് മോളിക്ക് പോകുമ്പോഴാ പേടിയാവുക. നമ്മള് കാലൊക്കെ ഇങ്ങനെ മരത്തുമ്പോ അങ്ങനെ തട്ടി അഴുകിയാ പോവുക. നിങ്ങള് എത്ര റൈഡില് കേറി? റൈഡില് 2. ആദ്യമോ തന്നെ എന്തോ പൈസ കൊടുത്തയച്ചിട്ടുണ്ട്. ഞങ്ങള് തിരിച്ചു പോവാണ് ഗൈസ്. അപ്പം കാന്താരി സോഡ ഈ വയറിളക്കത്തിന്റെ ടൈമിൽ വാങ്ങി തന്നു. അതില് വളരെ സന്തോഷമുണ്ട്, ആശ്വാസം ഉണ്ടാകും. ഇനി ഞാനെല്ലാ നിലമ്പൂർ പാട്ട് വരുമ്പോഴും ഹാപ്പി ആയിട്ടിരിക്കും പോവാ. പക്ഷെ ഇപ്രാവശ്യം സാഡാണ്. എന്താ? മരണക്കിണറിലും കയറിയില്ല, തോണിയിലും കയറാൻ പറ്റിയില്ല. നമ്മളെ ഉച്ചല്ലോ, ക്ലോസ് ചെയ്തതല്ലേ അവിടെ. ഇവിടെയായിരുന്നു കേട്ടോ സ്റ്റേജ് പ്രോഗ്രാമും. This is Gabri.
ഗബ്രിയുടെ അല്ലേ വന്നത്? ആണോ? നമ്മൾ വന്നപ്പോ ഇവിടെ നിറച്ച് ഇത് വണ്ടികളല്ലേ. പേ പാർക്കിംഗ് അല്ല കേട്ടോ, നോർമൽ പാർക്കിംഗാ. അപ്പുറത്ത് വേറെ പേ പാർക്കിംഗ്. അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാണ് വീട്ടിലേക്ക്. ഇനി പോകുന്ന വഴിക്ക് ഫുഡ് എന്തെങ്കിലും വേണോ? വേണ്ട. ആദ്യം മോൻ എന്താ വേണ്ടേ? എന്തൊക്കെയാ തിന്നിട്ടുണ്ട് അല്ലേ? ഞാനും ഒറ്റ പായസത്തിന് കുറച്ച് കുടിച്ചു. പായസം വാങ്ങിയാള്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഭയങ്കര ക്ഷീണമുണ്ട് കേട്ടോ. ഞാന് മറ്റേ പായസവും പിന്നെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചപ്പോഴത്തേനും വയറ് നിറഞ്ഞു. ഒന്നും വേണ്ട, ഇപ്പൊ ഉറക്കം വന്നിട്ട് കിടന്നാ മതിയെന്നായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. സോ നമ്മുടെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ബൈ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ബൈ ബൈ.